കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് ചേരുകയാണ് 24-നൊപ്പം. കേരളത്തിൽ വലിയ വിവാദമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയം? ഒന്ന് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടി ഇതാദ്യം വന്നതിന്റെ സമയത്ത് തന്നെ ശക്തമായിട്ടുള്ള നടപടിയെടുത്തു. വേറെ പാർട്ടികളെ പോലെയല്ല. അദ്ദേഹത്തിനെ നമ്മൾ സസ്പെൻഡ് ചെയ്തു. പിന്നെ അധ്യക്ഷൻ സ്ഥാനത്തുനിന്ന്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനത്തുനിന്ന് മാറ്റിവെച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരു ആക്ഷനും എടുത്തിട്ടില്ല, ഒരു നടപടി എടുത്തിട്ടില്ല ആ സമയത്ത്. പക്ഷെ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല. പിന്നെ ഇപ്പം നമുക്ക് ഒരു പരാതി വന്നത് നമുക്ക് പരാതി വന്നത് PCCയിലായിരുന്നു, PCC പ്രസിഡന്റിന്റെ അടുത്ത്. അത് നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ DGPന്റെ അടുത്ത് അയച്ചു കൊടുത്തു. അപ്പൊ അതാണ് കോൺഗ്രസ് പാർട്ടി. ഇപ്പൊ ഇത്ര പരാതി വന്നു, ഇത്രകൾ ടേപ്സ് ഉണ്ടാകുന്ന ഇതില് എന്റെ ഒരു സ്ത്രീ ആയിട്ടുള്ള ഇതില് രാഹുൽ മാങ്കൂട്ടത്തിന് നമുക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അത് മസ്റ്റ് ആയിരിക്കുക. ബിക്കോസ് അദ്ദേഹത്തിന്റെ മേലെയുള്ള പരാതി കുറെ ആയിരിക്കുക. കുറെ സ്ത്രീകളും അതും അബോർഷൻ പ്രശ്നങ്ങളും കുറെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. ഇനി ഇങ്ങനത്തെ ഒരു പുരുഷനെ വെക്കാൻ പാടില്ല പാർട്ടിയിൽ. ജനപ്രതിനിധി ഇങ്ങനെ ആകാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഉദാഹരണമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. പാർട്ടിക്ക് മോശമാണ് അദ്ദേഹത്തിന് പാർട്ടിന്റെ അകത്ത് വെച്ചാൽ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് പാർട്ടി തീരുമാനിക്കും എന്താ ചെയ്യേണ്ടത്. ഞാൻ അതിന്റെ മേലെ തീരുമാനം എടുക്കുന്നില്ല. എന്റെ പാർട്ടിയുണ്ട്. പാർട്ടി ഇതിൽ ശക്തമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എല്ലാം നല്ല ശക്തമായിട്ടുള്ള നടപടി മുന്നേ എടുത്തിട്ടുണ്ട്. അവര് ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം എന്റെ ഇതില് ഞാനൊരു സ്ത്രീയായിട്ട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഇത് ടൂ മച്ച് ആയിരിക്കുക. ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ആ ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഒരു MLA 7 ദിവസമായി ഒളിവിലാണ്. MLA ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നടപടി, ഒരു ഗർഭചിത്രവും പീഡനവും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അല്ല, അതിലും മേലെ ആ MLA പറഞ്ഞിരിക്കുക പല പ്രാവശ്യം, എന്റെ മേലെ ഒന്നുമില്ല, ഞാൻ നിരപരാധിയാ, വന്ന് ചോദിക്കട്ടെ. അപ്പൊ വന്ന് ചോദിക്കുമ്പം നട്ടലും നിലപാടുള്ള MLA എങ്കിൽ പോലീസ് വരുമ്പോ പോലീസിന്റെ അടുത്ത് അദ്ദേഹം സറണ്ടർ ചെയ്യണം. അദ്ദേഹം എന്തിനു ഓടുന്നത്? അദ്ദേഹമല്ലേ പറഞ്ഞ ഞാനൊന്നും ചെയ്തില്ല, അത് ചെയ്തില്ല. അപ്പൊ നട്ടലും നിലപാടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്തിട്ട് ചോദ്യം ചെയ്തിട്ട് പോലീസ് എന്തിനാ ഒളിവിൽ പോകുന്നത്? എവിടെ അവന്റെ നട്ടൽ? എവിടെ ഈ MLAയുടെ നിലപാട്? അതാ എനിക്ക് ഇന്ന് അറിയേണ്ടത്. ഒരു സ്ത്രീയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് അവൾക്ക് വേറെ പേരുണ്ടാവുമെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീയെങ്കിൽ അവളെ വേറെ പേരിലാന്ന് ജനങ്ങളും പുരുഷന്മാരും കേരളയിൽ വിളിക്കാൻ പോകുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടനായോണ്ട്, ഒരു പുരുഷനായോണ്ട് ഇത്ര നാളും നമ്മൾ സഹിച്ചിരുന്നു. അതാ എനിക്ക് പറയാനുള്ളൂ. മാഡം, ഈ വിഷയത്തില് കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉയരുകയാണ്. അതേസമയത്ത് കോൺഗ്രസിന്റെ തന്നെ സൈബർ വിഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ആവശ്യം ഉന്നയിക്കുന്നവർക്കെതിരെ കടുത്ത തോതിലുള്ള ആക്രമണം നേരിടുന്നു, മുതിർന്ന നേതാക്കൾക്കെതിരെ പോലും. എനിക്കറിയില്ല അത് നമ്മളെ സൈബർ സെല്ലിൽ നിന്ന് ആക്രമണം വരുന്നോ പുറത്തുനിന്നോ. അപ്പൊ എനിക്ക് അറിയാത്ത കാര്യത്തിൽ ഞാൻ പറയില്ല. ബിക്കോസ് എന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ എപ്പോഴും ഞാൻ പിന്തുണ കൊടുക്കുന്ന ഒരു നേതാവാണ്. അപ്പൊ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. എന്റെ ഇതിൽ പ്രതിപക്ഷ നേതാവ്, പാർട്ടി പ്രസിഡന്റ് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ എല്ലാ കോൺഗ്രസുകാരും അച്ചടക്കത്തോട് അതിന്റെ ഒക്കെ നിൽക്കണം. ആ നിലപാട് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവര് പാർട്ടിയുടെ ഏറ്റവും മേലെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പാർട്ടി പ്രസിഡന്റും അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ എതിരായിട്ട് ആരും പോകാൻ പാടില്ല പാർട്ടിയുടെ. അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു അച്ചടക്കമില്ല. അതാണ് പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ച രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അടക്കമുള്ളവർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ സൈബർ ആക്രമണം? എനിക്ക് ആശങ്കയുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു സ്ത്രീയെങ്കിൽ അവരെ മുന്നേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒരു പുരുഷനാകുമ്പം ഞങ്ങൾ എപ്പോഴും ചാൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് എന്റെ ഒരേ ഒരു പ്രശ്നം. സ്ത്രീകളും പുരുഷന്മാരും വേറെ ട്രീറ്റ്മെന്റ് പാടില്ല. ഇങ്ങനത്തെ സൈബർ ആക്രമണം അഥവാ ഞാൻ പറയുന്നത്, എനിക്കറിയില്ല ആരെ ഈ സൈബർ ആക്രമണം ചെയ്യുന്നത്, അഥവാ ചെയ്യുന്നുണ്ട് അത് തെറ്റാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, രമേശ് ചെന്നിത്തല ഒരു മുതിർന്ന നേതാവ്, നമ്മളെ ഏറ്റവും സീനിയർ നേതാവ് അദ്ദേഹം. അതുപോലെ VD സതീശൻ നമ്മളെ സീനിയർ നേതാവ്, KPCC പ്രസിഡന്റ്, എല്ലാവരും അവരൊരു നിലപാടെടുത്താൽ എല്ലാ പാർട്ടിയിൽ എല്ലാവരും അച്ചടക്കത്തോട് ആ നിലപാട് പാലിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും ഒപ്പം തന്നെ നട്ടലിലുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പോലീസിന് മുന്നിൽ കീഴടങ്ങുകയാണ് വേണ്ടിയിരുന്നത് എന്നുമാണ് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് പ്രതികരിക്കുന്നത്. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.